ഹായ് മക്കളെ, അമീൻസ് എന്ന ചാപ്റ്ററാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോട്ട് കിട്ടാൻ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ സ്റ്റോറിലോ കയറിയിട്ട് CM അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്രീ മെറ്റീരിയൽസ് എന്ന ഭാഗത്ത് നിന്ന് നോട്ട് കിട്ടും. ആപ്പിൾ സ്റ്റോർ ആണെങ്കിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഈ ORG കോഡ് അടിച്ചു കൊടുത്താൽ CM അക്കാഡമിയുടെ ആപ്പായിട്ട് മാറും. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ എവിടെയെങ്കിലും പോയി കുടുങ്ങല്ലേ. CM അക്കാഡമിയിൽ കിഡിലൻ റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ട്, കിഡിലൻ പ്രോഗ്രാം ഉണ്ട്. നേരത്തെ ടോപ്പിക്ക് തീർന്ന് നേരത്തെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത് 40-50 തവണ നീറ്റ് JEE മോഡൽ എക്സാംസ് എഴുതിപ്പിച്ചിട്ടാണ് നിങ്ങളെ പരീക്ഷയ്ക്ക് ഞങ്ങൾ ഓരോ വർഷവും ഇവിടുത്തെ റിപ്പീറ്റേഴ്സ് ബാച്ചിനെ വിടാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്താൻ പറ്റിയതിൽ മാക്സിമത്തിലേക്ക് എത്താൻ ഞങ്ങളൊരു കാരണമായേക്കും. വെറുതെ എവിടെയെങ്കിലും പോയി പെടണ്ട, നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഞങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊന്ന് അന്വേഷിച്ചേക്കുക. എടാ അമീൻസ് ആണ് ചർച്ച. ഒരു സ്റ്റുഡൻറ്റിനോട് ടീച്ചർ നൈട്രോ ബെൻസീനിനെ ബെൻസീനാക്കി മാറ്റാൻ പറഞ്ഞു. ഓക്കെ, ടീച്ചർ എന്ത് പറഞ്ഞു? ഷുഡ് ഫസ്റ്റ് ട്രീറ്റ് നൈട്രോബെൻസിൻ വിത്ത് ടിൻ ബാർ HCl വെച്ചിട്ട് തുടങ്ങട്ടെ മോനെ എന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷൻ എങ്ങനെ? എടാ മോനെ, നൈട്രോബെൻസിൻ ആണ് ഇപ്പോൾ അവൻ്റെ കയ്യിലുള്ളത്. നൈട്രോബെൻസിൻ, അതിനെ ബെൻസീൻ ആക്കണം. ആദ്യം ഇവനോട് ടിൻ ബാർ HCl വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞു. എടാ, ടിൻ ബാർ HCl വന്നു കഴിഞ്ഞാൽ നൈട്രോബെൻസീനിലെ NO2 ഗ്രൂപ്പ് NH2 ആയിട്ട് മാറും. ഇനി ഇതിനെ ബെൻസീൻ ആക്കണം. അതിന് ആദ്യം നിങ്ങൾ NaNO2 + HCl റിയാക്ട് ചെയ്യിപ്പിക്കണം 0 to 5 degrees Celsius. Very famous reaction, aniline will be converted into benzene diazonium chloride. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിലേക്ക് എത്തനോൾ അല്ലെങ്കിൽ H3PO2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ N2Cl പോയിട്ട് പകരം അവിടെ H വരും. ഫൈനലി എനിക്ക് ബെൻസീൻ കിട്ടും. ഇതിലെ ഓരോ സ്റ്റെപ്പും നമുക്ക് സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. നൈട്രോ ബെൻസീനിനെ NH2 ആക്കാൻ ടിൻ ബാർ HCl മാത്രമല്ല, Fe ബാർ HCl പറ്റും, സിങ്ക് ബാർ HCl പറ്റും, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിനും പറ്റും. അതിവിടെ എക്സ്ട്രാ ഓർത്ത് വെക്കുക. ആൻഡ് ദിസ് സ്റ്റെപ്പ് ഈസ് കോൾഡ് ഡൈഅസോട്ടൈസേഷൻ, വെരി ഫേമസ് റിയാക്ഷൻ. ഇത് എന്തിൽ ഉപയോഗിക്കുന്നു? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൻ്റെ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്നു. വാട്ട് ആർ ദി പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് വെൻ അനിലിൻ ഈസ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ വാട്ടർ? എടാ, അനിലിൻ ബ്രോമിൻ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതാണ് അനിലിൻ, ബ്രോമിൻ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അനിലിൻ്റെ എല്ലാ ഓർത്തോ പാരാ പൊസിഷനുകളിലും ബ്രോമിൻ വരും എന്നതാണ്. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ പേരെന്താ? 2,4,6 ട്രൈബ്രോമോ അനിലിൻ. ട്രൈബ്രോമോ അനിലിൻ ഇതൊരു വൈറ്റ് കളേർഡ് പ്രസിപ്പിറ്റേറ്റ് ആണെന്ന് NCERT പറയുന്നുണ്ട്. ഇതാണ് പ്രൊഡക്റ്റ്. റൈറ്റ് ഡൗൺ ദി ഐസോസൈനൈഡ് ടെസ്റ്റ് ഫോർ പ്രൈമറി അമീൻ. ഐസോസൈനൈഡ് ടെസ്റ്റ് വളരെ ഫേമസ് ആണ്. ഓർ ഇറ്റ് ഈസ് കോൾഡ് കാർബൈലമീൻ റിയാക്ഷൻ. ഇതാണ് പ്രൈമറി അമീൻ. ഈ പ്രൈമറി അമീനിലേക്ക് KOH ആഡ് ചെയ്യുക, ക്ലോറോഫോം ആഡ് ചെയ്യുക, CHCl3. അപ്പോൾ ഐസോസൈനൈഡ് കിട്ടും, RNC കിട്ടും. ബൈ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ട്, പഠിക്കണമെന്നില്ല. KCl കിട്ടും, വാട്ടറും കിട്ടും, പഠിക്കണമെന്നില്ല. ഇത് പ്രൈമറി അമീനിന് പകരം സെക്കൻഡറിയോ ടെർഷറിയോ അമീനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നോ റിയാക്ഷനാണ്. അപ്പോൾ ഈ ഐസോസൈനൈഡ് ഉണ്ടാകുന്നത് പ്രൈമറി അമീൻ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ്. ആൻഡ് ഇറ്റ് ഹാസ് എ ക്യാരക്ടറിസ്റ്റിക് ഫൗൾ സ്മെൽ. ഇതുണ്ടായാൽ സ്മെല്ല് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഐസോസൈനൈഡ് ടെസ്റ്റിലൂടെ പ്രൈമറി അമീനിനെയും പ്രൈമറി അമീൻ അല്ലാത്തവരെയും നമുക്ക് തരംതിരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ടെസ്റ്റ് ഫോർ പ്രൈമറി അമീൻ എന്നതിനെ പേര് പറയുന്നത്. കുഞ്ഞ്, ഒരാൾ കോൺസെൻട്രേറ്റഡ് HNO3 കോൺസെൻട്രേറ്റഡ് H2SO4 യൂസ് ചെയ്തിട്ട് അനിലിനിലേക്ക് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓർത്തോയിലും പാരയിലും NO2 വരും എന്ന് അയാൾ കരുതി. പക്ഷേ മെറ്റയിലും വന്നു, ഓർത്തോയിലും വന്നു, പാരയിലും വന്നു, അതിൻ്റെ പുറമെ മെറ്റയിലും വന്നു. അനിലിൻ്റെ മെറ്റയിൽ NO2 വന്നു. അതെന്തുകൊണ്ടാണ്? ഫേമസ് ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ടാണ്? NH2 ഗ്രൂപ്പ് ഓർത്തോ പാര ഡയറക്റ്റിംഗ് തന്നെയാണ്. അപ്പോൾ അവിടെ ഓർത്തോയിലും പാരയിലും വരാൻ പാടുള്ളൂ. പക്ഷേ ഈ കോൺസെൻട്രേറ്റഡ് HNO3 കോൺസെൻട്രേറ്റഡ് H2SO4 എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള അസിഡിക് കണ്ടീഷൻ അല്ലേടാ, സ്ട്രോങ് അസിഡിക് കണ്ടീഷനാണ്. അതുകൊണ്ട് അത് NH3+ ആയിട്ട് മാറാം. NH3+ എന്ന് പറയുന്ന ആൾ മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് കൺസിഡറബിൾ എമൗണ്ടിൽ മെറ്റാ ഡെറിവേറ്റീവ് അവിടെ ഉണ്ടായത്. എക്സ്പ്ലെയിൻ ഹൗ ഹി ഷുഡ് പ്രൊസീഡ് ടു ഗെറ്റ് പാരാ അനിലിൻ. പാരാനൈട്രോ അനിലിൻ മാത്രം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? മെറ്റ കിട്ടാതാവണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനുള്ള പണി കഴിഞ്ഞ അമീൻസിൻ്റെ ക്ലാസ്സിൽ, ചെറിയ ക്ലാസ്സാണ്, സമയമുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 3 സ്റ്റെപ്പിലായിട്ട് നടത്തിയാൽ മതി. ആദ്യം അസൈലേഷൻ നടത്തുക, എന്നിട്ട് നൈട്രേഷൻ നടത്തുക, എന്നിട്ട് ഹൈഡ്രോളിസിസ് നടത്തുക. ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിരിക്കൽ ഓർത്തോ അല്ലെങ്കിൽ പാരയിൽ മാത്രമായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. Aniline is an aromatic primary amine. അതെ, സ്റ്റാർട്ടിങ് വിത്ത് അനിലിൻ എ നമ്പർ ഓഫ്
ഹൗ ഈസ് ആനിലിൻ കൺവേർട്ടഡ് ടു ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്? സിമ്പിൾ ക്വസ്റ്റ്യൻ, നേരത്തെ നമ്മൾ പറഞ്ഞു ഡൈ അസോട്ടൈസേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ്, 2 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഹിൻസ്ബർഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ബെൻസീൻ റിങ്ങിൽ SO2Cl ആണ്, ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് ആണ്. എങ്ങനെയാണ് ഹിൻസ്ബർഗ് റിയേജന്റ് യൂസ് ചെയ്തിട്ട് പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി അമീനുകളെ തരംതിരിച്ച് മനസ്സിലാക്കുക? ഇതാണടാ പ്രൈമറി അമീൻ RNH2, ഇതാണ് ഹിൻസ്ബർഗ് റിയേജന്റ്. ഓക്കെ, ബെൻസീൻ SO2Cl അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതി, ഇവിടുത്തെ എച്ചും ഇവിടുത്തെ Cl-ഉം അങ്ങോട്ട് പോകും. സോ RNHSO2PH എന്ന് പറയുന്ന ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഈ പ്രസിപ്പിറ്റേറ്റ് ഒരു ആൽക്കലിയിലിട്ടാൽ അയാൾ സൊല്യൂബിളാണ്, സൊല്യൂബിൾ ഇൻ ആൽക്കലി. നോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ പ്രൈമറി അമീൻ ഹിൻസ്ബർഗ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ ഒരു ആൽക്കലിയിൽ സൊല്യൂബിളായ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നു. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിന് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വന്നിരിക്കും, 3 മാർക്കിന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഈ റിയാക്ഷനും ആ ഡയലോഗൊക്കെ എഴുതണം. അപ്പോൾ ഇങ്ങനെ ഡയലോഗ് എഴുതുക, പ്രൈമറി അമീൻ റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയേജൻറ്റ് ടു ഗീവ് എ പ്രസിപ്പിറ്റേറ്റ് വിച്ച് ഈസ് സൊല്യൂബിൾ ഇൻ ആൽക്കലി. എന്നാൽ ഇത് സെക്കൻഡറി അമീൻ ആണെങ്കിൽ R2NH എന്നാണ് വരിക, ClSO2PH. ഇവിടുന്ന് എച്ചും ഇവിടുന്ന് Cl-ഉം പോകും. സോ RnSO2PH എന്ന് കിട്ടും. അവിടെയും ഒരു R2, ഒരു പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നത്, പക്ഷേ ദാറ്റ് ഈസ് ഇൻസൊല്യൂബിൾ ഇൻ ആൽക്കലി. അത് ആൽക്കലിയിൽ ഇൻസൊല്യൂബിൾ ആണ്. ടെർഷ്യറി അമീൻ ആണെങ്കിൽ വെറൈറ്റി ആണ്, R3Na ClSO2PH. ഇവിടുന്ന് ക്ലോറിൻ പോകാൻ ഇവൻ്റെ കൂടെ ഹൈഡ്രജൻ ഇല്ലല്ലോ, അപ്പോൾ റിയാക്ഷൻ നടക്കില്ല, അവിടെ പ്രസിപ്പിറ്റേറ്റ് കിട്ടൂല. അപ്പോൾ പ്രൈമറി അമീൻ ആണെങ്കിൽ റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയേജൻറ്റ് ടു ഗീവ് എ പ്രസിപ്പിറ്റേറ്റ് വിച്ച് ഈസ് സൊല്യൂബിൾ ഇൻ ആൽക്കലി. സെക്കൻഡറി അമീൻ ആണെങ്കിൽ റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയേജൻറ്റ് ടു ഗീവ് എ പ്രസിപ്പിറ്റേറ്റ് വിച്ച് ഈസ് ഇൻസൊല്യൂബിൾ ഇൻ ആൽക്കലി. ടെർഷ്യറി അമീൻ ആണെങ്കിൽ ദർ ഈസ് നോ പ്രസിപ്പിറ്റേറ്റ്, വിൽ നോട്ട് റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയേജൻറ്റ്. ഈ ഡയലോഗ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും, പഠിച്ചു വെച്ചേക്കണം മോനെ. കാർബൈലമീൻ ഒഫൻസീവ് സ്മെല്ലുണ്ട്. കാർബൈലമീൻ എന്ന് പറഞ്ഞാൽ ഐസോസൈനൈഡ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. റൈറ്റ് കാർബൈലമീൻ റിയാക്ഷൻ അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഹൗ വിൽ യു കൺവേർട്ട് അമൈഡ് ഇൻ ടു ഫോളോയിങ്? ഒരു അമൈഡിനെ താഴെ പറയുന്നതാക്കി എങ്ങനെ മാറ്റാം? ഇതാണ് അമൈഡ്, RC+ONH2. താഴെ പറയുന്നതാക്കി എങ്ങനെ മാറ്റാം? അതിലൊന്ന് പറഞ്ഞോ, ഒരു അമീനാക്കണം വിത്ത് 1 കാർബൺ ആറ്റം ലെസ് ദാൻ ദാറ്റ് ഓഫ് അമൈഡ്. ഇതിനേക്കാളും ഒരു കാർബൺ കുറവും ഉണ്ടാവണം. അപ്പോൾ ഈ C++ ഗ്രൂപ്പ് അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കിയിട്ട് കിട്ടുന്ന അമീൻ എങ്ങനെ ആക്കി മാറ്റാം? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോഴല്ലേ ഇവിടെയുള്ള കാർബണിനേക്കാൾ ഒരു കാർബൺ അവിടെ കുറവുണ്ടാവുക. രണ്ടാമത്തത് ആൻ അമീൻ കണ്ടെയ്നിങ് സെയിം നമ്പർ ഓഫ് കാർബൺ, കാർബണിൻ്റെ എണ്ണം മാറാൻ പാടില്ല. അപ്പോൾ ഈ C++ ഒഴിവാക്കണ്ട, അതിനെ CH2 ആക്കിയാൽ മതി, CH2NH2. ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. മോനെ, ഒന്നാമത്തെ റിയാക്ഷൻ്റെ പേരാണ് ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. വെരി 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 ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ. അപ്പോൾ അതിനെന്താ റിയേജൻറ്റ്? ബ്രോമിനും KOH. അപ്പോൾ എന്താ സംഭവിക്കുക? C++ ഗ്രൂപ്പ് അവിടുന്ന് ഡിലീറ്റ് ചെയ്യും, അവിടെ നിന്ന് ഇല്ലാണ്ടാവും. അപ്പോൾ നമുക്കൊരു പ്രൈമറി അമീൻ കിട്ടും ഹാവിങ് 1 കാർബൺ ലെസ് ദാൻ ദി അമൈഡ്. രണ്ടാമത്തതിൽ കാർബൺ ഒന്നും നഷ്ടപ്പെടുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് സിമ്പിൾ റിഡക്ഷൻ ആണ്, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് യൂസ് ചെയ്താൽ മതി. മക്കളെ, ഈ കാണുന്ന ആൾക്കാരുടെ ഒക്കെ ബേസിസിറ്റിയുടെ ഓർഡർ അറിയണം. എടാ, RNH2 എന്ന് പറയുന്ന ആളാണ് ഏറ്റവും കൂടുതൽ ബേസിക്, ദാൻ അമോണിയ, ദാൻ ബെൻസീൻ റിങ്ങിൽ NH2. അലിഫാറ്റിക് അമീൻസിനാണ് ഏറ്റവും കൂടുതൽ ബേസിസിറ്റി ഉള്ളത്. അപ്പോൾ ഇതിൽ അലിഫാറ്റിക് അമീൻസ് ഈ 1, 2, 3 ഇവർ 3 പേരുമാണ് അലിഫാറ്റിക് അമീൻസ്. ഇയാൾ അരോമാറ്റിക് അമീനാ, ബെൻസീൻ റിങ്ങിൽ NH2, C6H5, ഇത് അമോണിയ. അപ്പോൾ ആ 3 എണ്ണം വന്ന് കഴിഞ്ഞിട്ടേ ബാക്കി വരുള്ളൂ. ഇനി ആ 3 എണ്ണത്തിൽ തന്നെ ആൽക്കൈൽ ഗ്രൂപ്പ് CH3 അല്ലേടാ. ആൽക്കൈൽ ഗ്രൂപ്പ് CH3 ആണെങ്കിൽ ഓർഡർ ഓഫ് ബേസിസിറ്റി സെക്കൻഡറി, പിന്നെ പ്രൈമറി, പിന്നെ ടെർഷ്യറി എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആരാ സെക്കൻഡറി? ഇയാളാണ് സെക്കൻഡറി. CH3 ട്വൈസ് NH, ഇതാണ് സെക്കൻഡറി. പിന്നെ പ്രൈമറി അതാരാ? CH3NH2. പിന്നെ ടെർഷ്യറി അതാരാ? CH3 ത്രൈസ് N. ഇത് 3 കഴിഞ്ഞിട്ടാണ്, അപ്പോൾ അത് കഴിഞ്ഞു NH3 വരിക. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് NH3. ഏറ്റവും ലാസ്റ്റാണ് അനിലിൻ വരിക, ബെൻസീൻ റിങ്ങിൽ NH2. ക്ലിയർ അല്ലേ മോനെ? ശ്രദ്ധിക്കണേ. നെയിം ദി റിയേജൻറ്റ് യൂസ്ഡ് ഇൻ ദി ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. ഞാനിപ്പോൾ പഠിപ്പിച്ചു. ആരാണ്? ബ്രോമിനും KOH. ഇവനാണ് ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷനിലെ റിയേജൻറ്റ്. ഡസ് നോട്ട് അണ്ടർഗോ ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ. അനിലിൻ ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ AlCl3 എന്ന് പറയുന്നൊരു റിയേജൻറ്റ് വേണം. ഈ AlCl3 എത്തിക്കഴിഞ്ഞാൽ ഈ AlCl3 എന്തിനു വേണ്ടിയിട്ട് ദാഹിക്കുന്ന ആളാണെന്ന് അറിയും? അയാൾക്ക് 2 ഇലക്ട്രോൺ കിട്ടാൻ ഭയങ്കര ദാഹമുള്ള ആളാണ്. ആ 2 ഇലക്ട്രോൺ കിട്ടാനാണ് അയാൾ ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ ഒക്കെ നടത്തുന്നത്.
പക്ഷെ അനിലിൻ വന്നു കഴിഞ്ഞാൽ ഇയാൾ നേരെ ആ 2 ഇലക്ട്രോൺ ഈ നൈട്രജൻ്റെ മുകളിലുള്ള 2 ഇലക്ട്രോണുകളെ ആർക്ക് കൊടുക്കും? അനിലിനാണ് കൊടുക്കും. ഐ മീൻ AlCl3ക്കാണ് കൊടുക്കും. അപ്പോൾ AlCl3യുടെ ദാഹം പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ നടത്തണ്ട. കാരണം ആ 2 ഇലക്ട്രോണെ കിട്ടാനാണ് അയാൾ ഈ പറഞ്ഞ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ തുടങ്ങി വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കഥയായിട്ട് എഴുതി വെക്കുക? ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ നടക്കാത്തത് എന്തുകൊണ്ട്? ബിക്കോസ് ദി ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓൺ ദി നൈട്രജൻ ആറ്റം ഇൻറ്ററാക്ട് വിത്ത് ദി ലൂയിസ് ആസിഡ് AlCl3. AlCl3 എന്താണ്? ഒരു ലൂയിസ് ആസിഡാണ്. സോ AlCl3 ലോസസ്, അയാൾക്ക് എന്ത് നഷ്ടപ്പെടുന്നു? ലോസസ് ദി അസിഡിക് നേച്ചർ, അയാൾക്ക് ഇലക്ട്രോണിനെ തേടാനുള്ള, ഇലക്ട്രോണിനെ അന്വേഷിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ആൻഡ് ഇറ്റ് വിൽ നോട്ട് ഇനീഷ്യേറ്റ് ദി റിയാക്ഷൻ. അയാൾ ആ റിയാക്ഷൻ ഇനി തുടങ്ങാൻ അയാൾ മെനക്കെടില്ല. മോനെ ഈ പറഞ്ഞ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യും. ഇതാരാ? ഒരു പ്രൈമറി അമീൻ, ക്ലോറോഫോമും KOH. അപ്പോൾ തന്നെ മനസ്സിലായി കാർബൈലമീൻ റിയാക്ഷനാണ്. പ്രൊഡക്റ്റ് എന്താ? ഐസോസൈനൈഡ്. ഇങ്ങനല്ലേ നമ്മൾ പഠിപ്പിച്ചത്? ഐസോസൈനൈഡ് കാർബൈലമീൻ റിയാക്ഷൻ. ഒരു അമൈഡാണ്, ബ്രോമിനും KOH. എന്നിട്ട് ഈ CO ഇവിടെ നിന്നാണ്ട് പോയിട്ടുമുണ്ട്. അപ്പോൾ ഏതാ റിയാക്ഷൻ? ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. അടുത്ത റിയാക്ഷൻ ഡയാസോട്ടൈസേഷൻ ആണ്. ദ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, റിയേജൻറ്റ് വന്നിട്ടുണ്ട്. ഡയാസോട്ടൈസേഷനിലെ റിയാക്റ്റൻ്റ് ആരാടാ? ബെൻസീനിൽ NH2 അനിലിൻ. സിമ്പിളാണ്, അടിപൊളിയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് അമീൻ കനോട്ട് ബി പ്രിപ്പയർഡ് ബൈ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്? ഗബ്രിയലിൻ്റെ താലിമൈഡ് സിന്തസിസ് പ്രകാരം ഉണ്ടാക്കാൻ പറ്റാത്തത് ഏതാണ്? എടാ, ഉണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാരെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് ആരാണെന്ന് ആദ്യം മനസ്സിലാക്കുക. പ്രൈമറി ആലിഫാറ്റിക് അമീൻ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പ്രൈമറി ആവണം, ആലിഫാറ്റിക് ആവണം. ദിസ് ഈസ് പ്രൈമറി ആൻഡ് ഇറ്റ് ഈസ് ആലിഫാറ്റിക്. ദിസ് ഈസ് ഓൾസോ പ്രൈമറി, ദിസ് ഈസ് ആലിഫാറ്റിക്. ദിസ് ഈസ് പ്രൈമറി ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആലിഫാറ്റിക്. കാരണം ബെൻസീൻ നിങ്ങൾ ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ആണ്. സോ ദിസ് ഈസ് അരോമാറ്റിക്. ഇയാൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇയാളെ പറ്റും. ഇത് പ്രൈമറിയുമാണ് ആലിഫാറ്റിക്കുമാണ്. കാരണം ഇത് ബെൻസീൻ റിങ്ങിൽ ഡയറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല. ഈ താഴെ പറയുന്ന ആൾക്കാരൊക്കെ BDC ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? കളി മനസ്സിലായില്ലേ? അഥവാ ഇവിടെ ഞാൻ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് വരയ്ക്കാം. ബെൻസീൻ റിങ്ങിൽ N2Cl. എന്നിട്ട് അതിലേക്ക് കോപ്പറും HXും റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? ബെൻസീൻ റിങ്ങിൽ X കിട്ടും. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഗെറ്റർമാൻ റിയാക്ഷൻ. Ki യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെൻസീൻ റിങ്ങിൽ I കിട്ടും, അയഡോ ബെൻസീൻ കിട്ടും. HbF4 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെൻസീൻ റിങ്ങിൽ ഫ്ലൂറിൻ കിട്ടും. വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫീനോൾ കിട്ടും, ബെൻസീൻ റിങ്ങിൽ OH കിട്ടും. എത്തനോളോ H3PO2 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെൻസീൻ മാത്രം കിട്ടും. അപ്പോൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൻ്റെ വളരെ പ്രസിദ്ധമായ റിയാക്ഷൻസ് ആണ് നിങ്ങൾക്കിവിടെ പറഞ്ഞു തന്നത്. കൂട്ടത്തിൽ തന്നെ അതിൻ്റെ കപ്ലിംഗ് റിയാക്ഷൻ ഒന്ന് റെഫർ ചെയ്തേക്കുക. കപ്ലിംഗ് റിയാക്ഷൻ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആരുമായിട്ട്? ഫീനോളുമായിട്ട് റിയാക്ട് ചെയ്യും. ഫീനോളുമായിട്ട് റിയാക്ട് ചെയ്താൽ ദാ 2 ബെൻസീൻ റിങ്ങിൻ്റെ ഇടയിൽ ഒരു N ഡബിൾ ബോണ്ട് N വരും. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തൊരു OH വരും. ഇതാണ് പ്രൊഡക്റ്റ്. ഇതിൻ്റെ പേരെന്താ? പാരാഹൈഡ്രോക്സി അസോബെൻസീൻ. ഇനി ഫീനോളിന് പകരം NH2 ആണെങ്കിൽ, ബെൻസീനിൽ NH2 എന്നാണെങ്കിൽ അവിടെ OH ഉണ്ടായിരുന്ന സ്ഥാനത്ത് NH2 ആകും, പാരാ അമിനോ അസോബെൻസീൻ ആകും. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.